അല്ലാതെ ഈ സിനിമയിൽ ഒരു പുതിയ കഥാപാത്രം വരുന്നുണ്ട്, മാധ്യമപ്രവർത്തകയാണ് എന്നറിയുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒരു റോൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം കൂടി വരുന്നുണ്ടോ ത്രീയില്? അല്ല, കുട്ടി പറഞ്ഞല്ലോ ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. അതെ അതെ. അപ്പം അങ്ങനെ ഒരാളല്ല, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം ഇന്നലെ അവർ വന്നതേ ഉള്ളൂ, അല്ലാതെ ഇതിൽ വരെ ഒരുപാട് പുതിയ മാധ്യമപ്രവർത്തകർക്ക് അപ്പോൾ റോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളത് കാണണം, അവരെന്താ ചെയ്യുന്നത്. കാര്യം ഇതൊരു പിന്നെ എന്താണ് ഒരു 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 വളരെ സെൻസേഷണൽ ഒരു കാര്യമല്ലേ. അപ്പം അത് വീണ്ടും ഡിഗ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇതിൻ്റെ പുറകെ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ആ സിനിമയിൽ അതിനുള്ള ഹിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ പ്രവർത്തകയ്ക്ക് എന്താണ് റോളെന്നുള്ളത് സിനിമ കാണുമ്പോഴേ പറയും. മാധ്യമപ്രവർത്തകർ അത്ര നല്ല സമയമല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. മാപ്രാവിളിയൊക്കെ ലാലേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാപ്രാവിളിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്നൊക്കെ വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടേ പറയുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല. മാപ്ര റോളൊന്നും ആയിരിക്കില്ല അല്ലേ? അല്ല, അതൊക്കെ സിനിമ കാണുമ്പോഴേ എന്നോട് പറഞ്ഞിരിക്കണേ ഇതിന്റെ ക്ലൈമാക്സ് അറിഞ്ഞിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കണേ. ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മൾ കാണുന്നവരൊക്കെ ചോദിക്കുന്നതാണ്, എന്താണ് ജോർജ് കുട്ടിയുടെ ക്ലൈമാക്സ് ഈ ദൃശ്യത്തിൽ. ഇപ്പോൾ ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇല്ല, സിനിമ കാണണം എനിക്ക് എന്തായാലും. നമ്മളുടെ കോവിഡ് ടൈമിലാണല്ലോ ദൃശ്യം 2 OTT റിലീസായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ അങ്ങനെ ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ അങ്ങനെ OTT റിലീസ് വരുന്ന സാഹചര്യം ആദ്യമായിരുന്നു. അപ്പോൾ OTT റിലീസ് കണ്ടിട്ട് അന്ന് ആ സിനിമ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എനിക്ക് അടുത്തത് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റാണ് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, 5 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ജോർജ് കുട്ടി വരുന്നത്. റിലീസ് ഡേറ്റിൽ ലാലേട്ടൻ ഉണ്ടാകുമോ കേരളത്തിൽ? അതിനുമുമ്പ് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ അന്നത്തെ ഒരു ഡിസിഷൻ ഭയങ്കര നല്ലതായി എന്നാണ് തോന്നുന്നത്. കാര്യം അന്നത് OTTയിൽ വന്നുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ കണ്ടത് ദൃശ്യം 2. അപ്പോൾ ആ ദൃശ്യം 2 കണ്ടിട്ട് അവർ ഒന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് കാര്യം. ഒരു മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖമുണ്ടാകുന്നത് അങ്ങനെയാണ്. ആ OTT സമയത്ത് നമ്മൾ ദൃശ്യം 2 ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു റീച്ച് ഈ സിനിമയ്ക്ക് കിട്ടില്ലായിരുന്നു. അത് ഒരു എന്താ പറയേണ്ടത്, ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. നമ്മൾ അറിയാതെ ഒരു ചെയ്തു പോയൊരു കാര്യം. And also everybody came to know Drishyam was actually original Malayalam എന്ന്. Because മലയാളം ദൃശ്യം 1 തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ കന്നഡത്തിൽ വന്നിട്ടുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, ഏറ്റവും കൂടുതൽ എല്ലാ ലാംഗ്വേജസിലും ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യം 2 വന്ന ശേഷമാണ് everybody got to know the original is in Malayalam. അതുകൊണ്ട് ഒരുപാട് പേര് മലയാളം കാണാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ ചോദിക്കാറുണ്ട് അവർ ഹിന്ദി കാണുമ്പോൾ, പക്ഷേ നോ വി വോണ്ട് ടു സീ ദ മലയാളം റിയൽ. ഒരുപാട് പേര് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ എന്താണെന്ന് ചോദിച്ചാൽ റിലീസ് ഡേറ്റ് ഞാൻ ഉണ്ടാവുമെന്ന്. ഉണ്ടാകണ്ടേ? ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും.